ഈ വരുന്ന വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച 26-ാം തീയതി ഇലക്ഷൻ കടന്നു വരിക. ഇലക്ഷൻ കടന്നു വരുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. നമുക്കിനിയും ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ ഐക്യത്തോടെ ജീവിക്കാൻ കഴിയണം. ഇനിയും നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിൽ മതേതരം എന്റെ പ്രിയപ്പെട്ടവരെ പുലർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അയൽവാസികൾ ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, യുക്തിവാദിയാകട്ടെ, ആരും ആയിക്കോട്ടെ, പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും നമുക്ക് എല്ലാവർക്കും കൂടി എന്റെ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ ഇന്ത്യയിൽ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിക്കണമെങ്കിൽ എല്ലാം മറന്നുകൊണ്ട് അർഹരായവർക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വോട്ട് ചെയ്യണം. ഒരാൾ പോലും വോട്ട് ചെയ്യാതിരിക്കരുത്. അന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരമുണ്ട്. എല്ലാവരും രാവിലെ തന്നെ എണീച്ചു പോയി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് ജുമാ നിസ്കരിക്കാൻ കഴിയും, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയും. എല്ലാ പള്ളിയിലും ഒരേ സമയത്ത് ജുമാ വെക്കാതെ എന്ത് ചെയ്യണം? ഒരു സമയത്ത് ഒരു പള്ളിയിൽ ഇന്ന സമയമാണെങ്കിൽ അടുത്ത പള്ളിയിൽ ഇന്ന സമയത്ത് വെക്കണം. അങ്ങനെ സമയം പോലും ക്രമപ്പെടുത്തിയിട്ട് അൽഹംദുലില്ലാ നമുക്ക് പഴയ ഇന്ത്യ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കൊണ്ടുവരണം. നമുക്ക് ഒരുപോലെ സന്തോഷത്തോടെ ഐക്യത്തോടെ ഒരു പേടിയുമില്ലാതെ അൽഹംദുലില്ലാ നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിലൊരു വിദ്വേഷം വെറുപ്പൊന്നും ഇല്ലാതെ അർഹരായവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വോട്ട് ചെയ്യാൻ കഴിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ അർഹരാകുന്ന ഭരണാധികാരികളെ നീ തരണേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിലുള്ള മോശപ്പെട്ട ഭരണാധികാരികളെ നീ തുരത്തണേ റഹ്മാനെ. ഖൈറായ ഭരണാധികാരികളെ നിങ്ങൾക്ക് നീ തരണേ റബ്ബേ. ഖൈറായ ഭരണാധികാരികളെ നീ തരണേ റബ്ബേ. ബദരീങ്ങൾക്ക് അല്ലാഹുവേ ബദറിന്റെ രണാങ്കണത്തിൽ മലക്കുകൾ ഇറങ്ങി സഹായിച്ചതുപോലെ റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണേ റബ്ബേ. ഖൈറായ ഭരണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് പറയാ, മനസ്സിലെ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഇല്ലാത്തവരാരാ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കല് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയുടെ പള്ളിയിൽ ക്ലാസ് എടുക്കുക. മദീനയുടെ പള്ളിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ക്ലാസ് എടുക്കുക. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ ക്ലാസ് എടുക്കുമ്പോ നൂറുകണക്കാന സഹാബത്തുണ്ടല്ലോ. നബി തങ്ങളുടെ ചാരത്തിന്റെ പ്രിയമുള്ളവരെ ഇരിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളെന്റെ പ്രിയമുള്ളവര് ആ കാണുന്ന മദീനയുടെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയുകയാ. ആയിരക്കണക്കാന സഹാബത്തിന്റെ മുമ്പില് ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാ, മദീനയുടെ കവാടത്തിലൂടെ അടുത്തതായി കടന്നു വരുന്നതാരാ? അവർക്ക് സ്വർഗമുണ്ട്. സഹാബാ, ആരാ കടന്നു വരുന്നത്? ആരാ കടന്നു വരുന്നത്? മദീനയുടെ പള്ളിയിലൂടെ ആദ്യത്തെ കവാടത്തിലൂടെ ആദ്യമായി കടന്നു വരുന്നതാരാ? അൽഹംദുലില്ലാ, അവർക്ക് സ്വർഗമുണ്ട്. സ്വർഗമുണ്ട്. എല്ലാവരും അതാ നോക്കിയിരിക്കുകയാ. ആരാ കടന്നു വരുന്നത്? ആരാ കടന്നു വരുന്നത്? എല്ലാവരും അതാ പ്രതീക്ഷയോടെ നോക്കുമ്പോ കടന്നു വരുന്നതാരാ? ഒരു പ്രായമുള്ള വാപ്പയാ, നരച്ച മുടിയുള്ള വാപ്പയാ, നരച്ച താടിയുള്ള വാപ്പയാ, ചുക്കിച്ചുളഞ്ഞ ശരീരമുള്ള ഒരു വാപ്പയാ. പടച്ചവനെ, കാലിലുള്ള ചെരുപ്പുണ്ടല്ലോ, കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ കടന്നു വരികയാ. സഹാബത്തുണ്ടല്ലോ, അത്ഭുതപ്പെടുകയാ. രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ, പടച്ചവനെ കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോ മദീനയുടെ പള്ളിയുടെ കവാടത്തിലേക്ക് വിരലിങ്ങനെ ചൂണ്ടിക്കെട്ട് പറയുകയാ. മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ, ആരാണ് കടന്നു വരുന്നത്? ആദ്യമായി കടന്നു വരുന്നത് അവർക്ക് സ്വർഗമുണ്ട്. അല്ലാ, സർവരും എങ്ങനെ നോക്കുമ്പോ, സർവരും എങ്ങനെ പ്രതീക്ഷയോടെ നോക്കുമ്പോ ആരാണ് കടന്നു വരുന്നതെന്നറിയോ? ആരാണ് കടന്നു വരുന്നതറിയോ? ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ, മദീനയുടെ പള്ളിയിലൂടെ കടന്നു വന്ന, മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ കടന്നു വന്ന വാപ്പയുണ്ടല്ലോ, രണ്ടാമത്തെ ദിവസമതാ സ്വർഗത്തിന്റെ അവകാശിയായിട്ട് കടന്നു വരികയാ. എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒരു പ്രായമുള്ള വാപ്പയാ, വേറെ ഒരാളുമല്ലല്ലോ. ഇദ്ദേഹം ചെയ്ത ഇബാദത്തുണ്ടല്ലോ, എന്താണ് അല്ലാ? ഇദ്ദേഹം ചെയ്ത ഇബാദത്തുണ്ടല്ലോ, എന്താണ് അല്ലാ? ഇദ്ദേഹം ചെയ്ത ഇബാദത്ത് എന്താ പടച്ചോനെ? നബിതങ്ങള് 2 ദിവസവും
ചൂണ്ടുവിരല് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ ആദ്യമായി കടന്നു വരുന്നതാരാ, അവർക്ക് സ്വർഗമുണ്ട്. അപ്പൊ ഞാൻ പറയാ, ഈ സദസ്സിലേക്ക് അടുത്തതായി ആദ്യമായി കടന്നു വരുന്നതാരാ, അവർക്ക് പള്ളിയുടെ കമ്മിറ്റിയുടെ ഒരു 16 റുപ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കൂലേ. കാരണം എന്ത് ചെയ്യും, ചില ചങ്ങാതിമാർ ഇങ്ങനെ കറങ്ങി വേണം, അപ്പുറം വഴി ഇങ്ങനെ കറങ്ങി വരും, പഠിച്ചനെ 16 റുപ്യല്ലേ, നമ്മളിങ്ങനെ നോക്കിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ മുത്തുനബി പറഞ്ഞു, ആരാണ് മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ അടുത്തതായി കടന്നു വരുന്നത്, അവർക്ക് എന്തുണ്ട്, സ്വർഗമുണ്ട്. ഒന്നാമത്തെ ദിവസം ഒരു പ്രായമുള്ള വാപ്പ വന്നു, രണ്ടാമത്തെ ദിവസം ഒരു പ്രായമുള്ള വാപ്പ വന്നു. സഹാബത്ത് നെട്ടി പടച്ചവനെ, ഈ 2 ദിവസം ഈ പ്രായമുള്ള വാപ്പയാണല്ലോ വന്ന റബ്ബേ, ഇയാള് ചെയ്ത നന്മ എന്താ റബ്ബേ, ഇയാള് ചെയ്ത നന്മ എന്താ റബ്ബേ. മൂന്നാമത്തെ ദിവസം നബി തങ്ങൾ പറഞ്ഞു, ഈ മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ മൂന്നാമത്തെ ദിവസവും ആദ്യമായി കടന്നു വരുന്നതാരാ, അവർക്ക് സ്വർഗമുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടു നോക്കുമ്പോ മൂന്നാമത്തെ ദിവസവും ഈ 2 ദിവസം കടന്നു വന്ന വാപ്പ കടന്നു വരാ, 2 ദിവസവും കടന്നു വന്ന വാപ്പ കടന്നു വരിക. സഹാബത്തിന് അത്ഭുതമായി, ഇദ്ദേഹം ചെയ്ത അമലെന്താ. 3 ദിവസവും മുത്തുനബി സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞല്ലോ, ഇദ്ദേഹം ചെയ്ത അമലെന്താ, ഇദ്ദേഹം ചെയ്ത നന്മ എന്താ എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്പരം പലരും, എന്റെ പ്രിയപ്പെട്ടവരിങ്ങനെ നോക്കി, പരസ്പരം പലരും നോക്കി. അവസാനം സഹാബത്തിന്റെ പ്രിയമുള്ളവരെ തീരുമാനമെടുക്കുകയാ, ഇദ്ദേഹത്തെയുണ്ടല്ലോ നിരീക്ഷിക്കണമല്ലോ, ഇദ്ദേഹത്തിനെയുണ്ടല്ലോ നിരീക്ഷിക്കണമല്ലോ. പടച്ചവനെ, സഹാബത്തില് പലരുമുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ പുറകിലിങ്ങനെ കടന്നു ചെല്ലുകയാ. ഇദ്ദേഹം ചെയ്യുന്ന ഇബാദത്തുണ്ടല്ലോ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ നോക്കുകയാ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇബാദത്തുമൊന്നുമില്ല. അവസാനം സഹാബിമാരുണ്ടല്ലോ ഈ പറയുന്ന പാവപ്പെട്ട പിതാവിന്റെ ചാരത്തേക്ക് അല്ലാഹുവേ കടന്നു ചെല്ലുകയാ. പടച്ചവനെ, കടന്നു ചെല്ലുകയാ. എന്നിട്ടാ പാവപ്പെട്ട പിതാവിനോട് പറയുകയാ, വാപ്പാ, റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ 3 ദിവസം മദീനയുടെ കവാടത്തിങ്കിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതാ, അല്ലാഹുവേ, മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ 3 ദിവസവും ആദ്യമായി കടന്നു വരുന്നവരാരാ, അവർക്കുണ്ടല്ലോ സ്വർഗമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞതാ. ആ 3 ദിവസം കടന്നു വന്ന പിതാവ് നിങ്ങളാണ് വാപ്പാ. എന്താണ് കാരണം വാപ്പോ? വാപ്പയതാ പറയുകയാ, എനിക്കറിയില്ല മക്കളെ, എനിക്കറിയില്ല സഹാബത്തെ, ഞാൻ ചെയ്ത നന്മയുണ്ടല്ലോ, എന്റെ ഇബാദത്തുണ്ടല്ലോ, ഏതാണെന്നറിയില്ല എന്ന് പറയുമ്പോ ആ വാപ്പയോട് സഹാബത്ത് പറയുകയാ, വാപ്പാ ഒന്ന് ആലോചിച്ചു നോക്കണേ വാപ്പാ, ഒന്ന് ചിന്തിച്ചു നോക്കണേ വാപ്പാ. ആ വാപ്പയതാ പറയുകയാ, എന്റെ ജീവിതത്തില് എനിക്ക് ഒരാളോടും പകയില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളോടും ഏഷണിയില്ല, ഒരാളോടും വിദ്വേഷമില്ല. അതുകൊണ്ട് തന്നെ സഹാബത്ത് പറയുകയാ, ഈ പറഞ്ഞ കാരണം കൊണ്ട് 3 ദിവസം റസൂലുള്ളയുണ്ടല്ലോ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞപ്പോ 3 ദിവസം അവകാശിയുണ്ടല്ലോ നിങ്ങളാകാനുള്ള കാരണമുണ്ടല്ലോ, മനസ്സിലെ നന്മയാ, മനസ്സിലെ ഈമാനാ, മനസ്സിലെ നന്മയാ എന്നതാ പറയുമ്പോ നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, ഒരാളോടും വൈരാഗ്യമില്ലാത്തോ, ഒരാളോടും വെറുപ്പില്ലാത്തോ, ഒരാളോടും വിദ്വേഷമില്ലാത്ത ഒരു നന്മയുള്ള ഹൃദയത്തിന്റെ ഉടമയാരാ, അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും മനസ്സിൽ വിദ്വേഷമില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങള്
3 ദിവസോ മുത്തുനബി പറഞ്ഞു മദീനയുടെ പള്ളിയുടെ കവാടത്തിലൂടെ കടന്നു വരുന്നതാരാ അവർക്ക് സ്വർഗ്ഗമുണ്ട്. 3 ദിവസോ ഒരു പാവപ്പെട്ട പിതാവ് കടന്നു വന്നു. ആ പിതാവിനോട് കാരണം ചോദിക്കുമ്പോ ആ പിതാവ് പറഞ്ഞ കാരണം എന്താ? സഹാബാ, എന്റെ മനസ്സിൽ എനിക്ക് ആരോടും വെറുപ്പില്ല, എന്റെ മനസ്സിൽ ഒരാളോടും എനിക്ക് വൈരാഗ്യമില്ല എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ നൽകണേ അല്ലാ. അതുകൊണ്ട് പറയാ, നിങ്ങൾക്കൊരാളോടും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അസൂയേഷനും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ റമദാൻ മാസത്തില് നമ്മൾ പള്ളിയില് നോമ്പ് തുറക്കാൻ വന്നു. നോമ്പ് തുറക്കണ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു? കഞ്ഞി വിളമ്പി തന്ന സഹോദരൻ കഞ്ഞി ചിലപ്പോൾ കൂടുതൽ വിളമ്പി തന്നിട്ടുണ്ടാവില്ല, കുറച്ചേ വിളമ്പി തന്നിട്ടുണ്ടാവും. ഓനോട് പിന്നെ മനസ്സിൽ വൈരാഗ്യ, എടാ നീ എനിക്ക് അത്ര കഞ്ഞിയല്ലേ തന്നുള്ളൂ, അതല്ലേ തന്നുള്ളൂ. അല്ലെങ്കിൽ ഒരുത്തൻ ഈത്തപ്പഴ തന്നപ്പോൾ ചളങ്ങി ഈത്തപ്പഴ തന്നെ, പിന്നെ ഓനോട് വൈരാഗ്യ, പടച്ചവനെ എനിക്കോ നല്ല ഈത്തപ്പഴ തന്നില്ലല്ലോ എന്നിങ്ങനെ ചെറിയ കാര്യത്തിന് പോലും മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കണ ചില ചങ്ങാതിമാര് പാടില്ല. മനസ്സിൽ നന്മയുള്ളവരാരാ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും സ്നേഹം ഉണ്ടാകണം, എല്ലാവരോടും മുഹബ്ബത്ത് ഉണ്ടാകണം. നാട്ടിൽ എപ്പോഴും നമ്മൾ ഇറങ്ങി നടന്നാൽ നമുക്കൊരു സ്വീകാര്യതയുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും ഉണ്ടാകണം അല്ലെ. ഞാൻ പറയാ, നമ്മുടെ ഈ ചില ആളുകളുണ്ട് പെട്ടെന്ന് ചൂടാകുന്ന സ്വഭാവമുള്ള ചില ആളുകളുണ്ട്. നമ്മുടെ പാണത്തൂരൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ചൂടാവും. ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ മതി. ഈ ബസ്സിൽ ചില കണ്ടക്ടർമാരെങ്ങനെയാ, KSRTCയിലും അല്ലാത്തതിലൊക്കെ ചില കണ്ടക്ടർമാരെങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ മാന്യമായിട്ട് ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടിക്കറ്റ് ഒക്കെ തരും. ബാലൻസ് ചോദിക്കുമ്പോൾ മുഖം ചുളിക്കുന്ന ചില കണ്ടക്ടർമാരുണ്ട്. അല്ല, ബാലൻസ് ചോദിക്കുമ്പോൾ നമ്മൾ വഴക്കിടേണ്ട അവസ്ഥ. അവസാനം ഒരു പറയണതാ എന്റെ പ്രകൃതം അങ്ങനെ, എന്താ പറയണേ, എന്റെ പ്രകൃതം അങ്ങനെ. നമ്മുടെ പാണത്തൂരൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ എപ്പോഴും ചൂടാകുന്ന പ്രകൃതമായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറയാ, നമ്മൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടോ? നമുക്ക് തന്നെയാ നഷ്ടം. ആർക്കാ നഷ്ടോ? നമുക്ക് തന്നെയാ നഷ്ടം. അതുകൊണ്ട് ഞാൻ പറയാ, ഒരാളെയും വെറുപ്പിക്കാതെ ഞാൻ പറയാ, നമ്മുടെ മയ്യത്ത് കാണുമ്പോൾ 4 പേരെങ്കിലും പറയണം, പടച്ചോനെ സാധുവായിരുന്നു റബ്ബേ. നമ്മുടെ പാണത്തൂര് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി പള്ളിക്കകത്ത് വെക്കുമ്പോ ഒരു 4 പേരെങ്കിലും പറയണം, പടച്ചോനെ സാധുവാ റബ്ബേ, പാവോ റബ്ബേ, അല്ലാഹുവേ അവൻ പള്ളിക്ക് വേണ്ടി ഒരുപാട് സഹായിച്ചതാ റബ്ബേ എന്ന് പറയാൻ ഒരു 4 പേരെങ്കിലും നമുക്ക് വേണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ പറയും, തീർന്നു പോയല്ലോ റബ്ബേ, രക്ഷപ്പെട്ടല്ലോ റബ്ബേ എന്ന് ചിലപ്പോൾ പറയും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം, റബ്ബേ കിടത്തിക്കളയുന്ന രോഗം നീ തരല്ലേ റബ്ബേ. എപ്പോഴും അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, റബ്ബേ ഞങ്ങൾ നീ കിടത്തിക്കളയുന്ന രോഗം നൽകല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പരീക്ഷിക്കുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടതാ. ഒരു ദുആനാണ് പറഞ്ഞു തരാം. ലോകത്തുള്ള 160 കോടി മുസ്ലിമീങ്ങളുണ്ടല്ലോ, അവരുടെ പൊരുത്തം ലഭിക്കുന്ന ദുആയ. മനസ്സിന് വിദ്വേഷം വരാൻ പാടില്ല, മനസ്സിൽ വെറുപ്പ് വരാൻ പാടില്ല. ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 160 കോടി മുസ്ലിമീങ്ങളുണ്ടല്ലോ, അവരുടെ പൊരുത്തം ലഭിക്കുന്നതാ, അവരുടെ ഗുരുത്വം ലഭിക്കുന്നതാ, അവരുടെ പൊരുത്തം ലഭിക്കുന്നതാ. ഏതാണ് ദുആ എന്നറിയോ? അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ പറയുന്ന ദുആ ആരെങ്കിലും ഒരാള് സർവ്വനേരവും നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 160 കോടി മുസ്ലിമീങ്ങളുടെ പൊരുത്തവും ഗുരുത്വവും ഉണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയുന്ന ഈ ദുആ ചൊല്ലിയാൽ അപ്പൊ എന്ത് വേണം? മനസ്സിൽ ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരാളോടും വൈരാഗ്യമില്ലാത്ത, ഒരാളോടും ഇടങ്ങേറില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നേതാ, തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യുന്നവരാരാ അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. 2, ഫാത്തിഹ സൂറത്ത് ഇമാം നിസ്കാരത്തിൽ ഓതുമ്പോ ഇമാം ആമീൻ പറയുമ്പോ ഇമാമിനോടൊപ്പം ആമീൻ പറയുന്നതാരാ?
അവർക്ക് വേണ്ടി അള്ളാഹിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന. 3, ഒരാളോടും വിദ്വേഷമില്ലാത്ത മനസ്സുള്ളതാരാ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന. 4 അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാ. നാലാമത്തേതാ ലോകത്തിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാരാ? റസൂലുള്ളാഹിയുടെ പേരിൽ ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത്, പടച്ചവനെ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ദുആ ചെയ്യുന്നതാ. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, ആയിരക്കണക്കാന സ്വലാത്തുകളുണ്ടല്ലോ മദീനയുടെ ചാരത്തേക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഒഴിക്കണ്ടതാ, പരത്തണ്ടതാ. എത്രയോ പേര് കരഞ്ഞുകൊണ്ട് പറയുന്നതാ, ഉസ്താദേ മദീന കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഉസ്താദേ മക്ക കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഉസ്താദേ. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ കൊതിക്കുന്നവരെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ കൊതിക്കുന്നവരെ, ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അവര് മദീന കാണാതെ മരിക്കൂല. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നവരാരോ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകളോ വാനലോകത്തിരുന്നു കൊണ്ട് ദുആ ചെയ്യുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അസ്റായീൽ റൂഹ് പിടിക്കുമ്പോ മരണവേദനയിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പോലും ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ഹൗവിൻ അലയ്യാ സകറാത്തുൽ മൗത്ത്. അല്ലാഹുവേ സകറാത്തിന്റെ വേദന പടച്ചവനെ അസ്റായീൽ റൂഹ് പിടിക്കുന്നത് താങ്ങാൻ കഴിയുന്നില്ല. അല്ലാഹുമ്മ ഹൗവിൻ അലയ്യാ സകറാത്തുൽ മൗത്ത്. അല്ലാഹുവേ ഈ മരണവേദന താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. മഹാന്മാര് പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണവേദനയിൽ പോലും ലഘൂകരണം ഉണ്ടാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, മദീന കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. മദീന കണ്ടവരെല്ലാവരും, മദീന കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. 1 2 3 4 5 6 എല്ലാവരും ഉണ്ട്. ഉണ്ട്. അല്ലാഹു മദീന കാണാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൈസ ഇല്ലാനട്ട ഒരു 78 റുപ്യ 85 റുപ്യ എടുക്കാനുള്ളവര് പണത്തൂരില്ലേ? ഇല്ലേ? പണത്തൂര് എനിക്കൊന്ന് കൃഷിക്കാരാന്നൊന്ന് കൂടുതൽ അല്ലേ? ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആലപ്പുഴയെന്ന് എല്ലാ ദിവസവും ഒരു പാണത്തൂർക്ക് ഒരു ബസ് പോണത് കാണാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, റബ്ബേ ഈ പാണത്തൂർ ഒരു ഗ്രാമപ്രദേശ, ആലപ്പുഴയിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ എന്തിനാ റബ്ബേ പാണത്തൂർക്ക് ബസ് ഇടുന്നത്? ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഉത്തരം ഇന്ന് ഇവിടുത്തെ സെക്രട്ടറി തന്ന ഉസ്താദ്, ഇവിടെ ഒരുപാട് പേര് ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ട്, അല്ലെ കൃഷിക്കാരല്ലേ, അങ്ങനെ കുറെ പേര് ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറയും. അല്ലാഹു അവരുടെ കൃഷിയിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, 78,000 നിങ്ങളുടെ എടുക്കാനില്ലാണ്ട് 85,000 നിങ്ങളുടെ എടുക്കാനില്ലാനട്ട അതൊന്നല്ല, പോകാൻ എന്തില്ല, എനിക്കും നിങ്ങൾക്കും തൗഫീഖ് അല്ലാഹു തന്നിട്ടില്ല. അപ്പൊ ഞാന് ഒരു 2 കൊല്ലം മുമ്പ്, ഏകദേശം ഒരു 1.5 കൊല്ലം മുമ്പ് ഇവിടെ മലപ്പുറം ജില്ലയിൽ താനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വയലിന് പോകുമ്പോ എന്റെ കൂടെ ട്രെയിനിൽ ഇരുന്ന് സഞ്ചരിച്ചൊരു സവാപ്പ പറഞ്ഞ, ഉസ്താദെ 22 കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാ ഉസ്താദെ, 22 കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാ ഉസ്താദെ. ആ 22 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു തവണ പോലും എനിക്ക് മദീനത്ത് പോകാൻ കഴിഞ്ഞില്ല ഉസ്താദെ. എന്താ പറഞ്ഞേ? 22 കൊല്ലത്തിന്റെ ഇടയിൽ എനിക്കൊരു തവണ പോലും എനിക്ക് മദീനത്ത് പോകാൻ കഴിഞ്ഞില്ല ഉസ്താദേ. ഞാൻ മദീനത്ത് പോയി. എപ്പോഴാ പോയേ? ഞാൻ ഗൾഫൊക്കെ നിർത്തി നാട്ടിൽ വന്നു. താനൂര് 5 കൊല്ലത്തിന് ശേഷം ഉസ്താദെ ഞാൻ മദീന കാണാൻ പോയെ. നമുക്ക് 22 കൊല്ലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തു, എന്നിട്ടും മദീന കാണാൻ കഴിഞ്ഞില്ല. പിന്നല്ലേ നമ്മള്. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ പൈസ ഇല്ല, എന്തേ? ഓട്ടോ ഓടിക്കുന്നവന് മദീന കണ്ടൂടെ? ടാപ്പിംഗ് തൊഴിലാളിക്ക് മദീന കണ്ടൂടെ? കൃഷിക്കാരന് മദീന കണ്ടൂടെ? പള്ളിയിലെ ഖത്തീബിന് മദീന കണ്ടൂടെ?
വലിയ കോടീശ്വരന്മാർക്ക് മാത്രമേ മദീന കാണാൻ പറ്റൂ? അതൊന്നുമല്ല. അള്ളാഹു തൗഫീക്ക് കൊടുക്കുന്നതാർക്കാ അവർക്ക് മദീന കാണാൻ കഴിയും. അള്ളാഹുവിന്റെ തൗഫീക്ക് ഇല്ലാതെ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്തുകൊണ്ട് ഒരു 20-25 ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി. ബോർഡിംഗ് പാസ് കിട്ടി, പൈലറ്റ് കയറി, എയർ ഹോസ്റ്റസ് കയറി, വിമാനത്തിന്റെ ഡോർ അടച്ചു, എല്ലാം ചെയ്തു. വിമാന റൺവേയിലേക്ക് എടുക്കുമ്പോഴാണ് എല്ലാവരും മദീനയും മക്കയും സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് ഒരു തീരുമാനം വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സൗദി അറേബ്യയിൽ നിന്നൊരു തീരുമാനം വരുന്നത്, ഇന്ത്യയിൽ നിന്നുള്ളൊരു ഫ്ലൈറ്റും കോവിഡ് കാരണം എവിടെ ഇറക്കാൻ പറ്റൂല, ജിദ്ദ എയർപോർട്ടിൽ ഇറക്കാൻ കഴിയൂല. ആ സാധുക്കള് ആ വിമാനത്തിന്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോണ രംഗം നമ്മളൊക്കെ പത്രമാധ്യമത്തിൽ കണ്ടതാ. ബോർഡിംഗ് പാസ് കിട്ടി, വിമാന റൺവേയിൽ കയറ്റി പൊക്കിയാൽ മതി, പക്ഷെ അള്ളാന്റെ തൗഫീഖില്ല. അപ്പൊ നിങ്ങള് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മദീനയും മക്കയും കാണണമെങ്കിൽ എന്ത് വേണം? തൗഫീഖ് വേണം. മഹാന്മാരാകുന്ന ഉസ്താദന്മാര് പറയുന്നുണ്ട്, ആ തൗഫീഖ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സലാത്ത് ചെല്ലണം. അപ്പൊ ആരെങ്കിലും ഒരാൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വെള്ളിയാഴ്ച രാവ ആയിരക്കണക്കാണ് സ്വലാത്തുകൾ ആ മദീനത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ചെല്ലാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ ഉസ്താദെ, എല്ലാ ദിവസവും ഞാനൊരു 100 സ്വലാത്ത് എൻ്റെ മദീനത്തേക്ക് ഹബീബിന്റെ ചാരത്തേക്ക് ചൊല്ലുന്നുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കൈവയ്ക്കപ്പ. ആരെങ്കിലും ഉണ്ടോ? 1 2 3 4 5 6 7 8 അവിടെ ഉണ്ടോ? അൽഹംദുലില്ലാ, ചൊല്ലിയാ നിങ്ങൾക്ക് കൊള്ളാം അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ബിഗ് ബോസാ വലുത്. ജാസ്മിനും ഗബ്രിയും എങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കണം ഉസ്താദെ, അതാക്കണം ഉസ്താദ്, ഇതാക്കണം ഉസ്താദെ, ഇതെല്ലാം നോക്കി നമ്മൾ ഇങ്ങനെ നടക്കുക. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി എനിക്ക് 2-3 സഹോദരങ്ങൾ ചെറുപ്പക്കാര് എനിക്ക് ഈ ബിഗ് ബോസിന്റെ 2-3 വീഡിയോ ഇട്ടെന്നിട്ട് പറയും, ഉസ്താദെ ഇതൊന്നും പറയണം ഉസ്താദെ. എന്താ വിഷയം എന്താ ഉസ്താദെ? ഓള് ബിഗ് ബോസിൽ പോണതിന് മുമ്പ് പറഞ്ഞത് ഓള് ഭയങ്കര ഈമാനുണ്ട്, ദീനുണ്ടെന്നാ പറഞ്ഞേ. ഓളിപ്പോ പച്ച വ്യഭിചാരമല്ലേ ഉസ്താദെ അതിൻ്റെ അകത്ത് കിടന്ന് കാണിക്കട എന്ന് പറയുമ്പോൾ നമ്മൾ അതും ഇതൊന്നും കാണണ്ട, നമ്മുടെ സമയങ്ങളൊന്നും അതിനും ഇതിനും കളയണ്ട. ഞാൻ പറയണം, സ്നേഹത്തിൽ പറയാ, നമ്മുടെ സമയങ്ങൾ മുഴുവനും മദീനത്തേക്ക് ചെലവഴിക്കാൻ കഴിയണം അല്ലെ? ഇക്കൊല്ലം ഹജ്ജിന് പോണവരാരെങ്കിലും ഇക്കൊല്ലം പാണത്തൂരിന്ന് ഇവിടുന്ന് ഇനിയുണ്ടാ ഹജ്ജിന് പോണവരുണ്ടാ? ഹജ്ജിന് പോണ അല്ലാഹുവേ, ഹജ്ജ് നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. ഞാൻ പറഞ്ഞു നമ്മളൊക്കെ കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം. അപ്പോ ഞാന് കണ്ണൂര് പാലോട്ട് പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ പള്ളിയിൽ അസിസ്റ്റന്റ് ഉസ്താദ് ഉണ്ട്. 20,000 രൂപ ശമ്പളമുള്ളൂ, പക്ഷേ ഹജ്ജ് ചെയ്തു ഉമ്മാനെ കൊണ്ട് ഹജ്ജ് ചെയ്തു. അത് തൗഫീഖാ. 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ ശമ്പളമുള്ളവർ എത്രയോ പേരുണ്ട്. പാണത്തൂര് മാസം കൃഷി ചെയ്ത് 2 ലക്ഷവും 1 ലക്ഷമൊക്കെ ഉണ്ടാക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിട്ടില്ല. അപ്പൊ ആരാണോ സ്വലാത്ത് ചെല്ലുന്നത് അവർക്ക് മദീന കാണാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നേതാ, ആരാണോ തൗബ ചെയ്യുന്നത് അവർക്ക് വേണ്ടി അള്ളാഹിന്റെ മലക്കൾ ദുആ ചെയ്യും. 2 ആരെങ്കിലും ഒരാൾ വലല്ലാലീം കഴിഞ്ഞ് ആമീൻ ഇമാമ് പറയുമ്പോൾ ഒപ്പം പറയുന്നതാരാ അവർക്ക് വേണ്ടി അള്ളാഹിന്റെ മലക്കൾ ദുആ ചെയ്യും. 3 ആരെങ്കിലും ഒരാൾ മനസ്സിൽ വിദ്വേഷമില്ലാതെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അള്ളാഹിന്റെ മലക്കൾ ദുആ ചെയ്യും. 4 ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് വേണ്ടി അള്ളാഹിന്റെ മലക്കൾ ദുആ ചെയ്യും. 5 അവസാനത്തത് ബക്കറ്റ് വരില്ല ഉസ്താദേ, ബക്കറ്റ് വരില്ല. ഇല്ല അങ്ങനെ മനസ്സിലായില്ല. ഇല്ല എനിക്ക് പൈസ വേണ്ടെന്ന് പറയണേ. ഇൻഷാ അല്ലാ അതായിക്കോട്ടെ. ഇൻഷാ അല്ലാ 5 നേരത്തെ വഞ്ചെങ്കിലും ഇവിടെ ഉണ്ടാവൂലേ? വള്ളിയിലും ഉണ്ടാവും അല്ലെ? വെള്ളിയാഴ്ച പിരിവുണ്ടാവോ? വെള്ളിയാഴ്ച പിരിവുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയാ, വെള്ളിയാഴ്ച ഒരു ബക്കറ്റ് ഇങ്ങനെ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോ അതിലേക്ക് 1 രൂപയെങ്കിലും സദക്ക കൊടുക്കുന്നവരാരാ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ അബ്ദുറഹീമിന് വേണ്ടി നമ്മൾ സദക്കയായിട്ട് കൊടുത്തവരുണ്ട്. 10 ലക്ഷം 50 ലക്ഷവും 1 കോടിയൊക്കെ കൊടുത്തവരുണ്ട്. ഞാൻ പറയും, അവർക്ക് വേണ്ടി ആര് ദുആ ചെയ്യും? അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു കാര്യമുണ്ട്, ചില ആളുകൾ വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നതിനാ ചില്ലറ മാറാൻ വേണ്ടി പള്ളിയിൽ വരുന്ന ചില ആളുകളുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാക്ക് വന്ന് ചില്ലറ മാറാൻ വരുന്ന ചില ആളുകളുണ്ട്. എങ്ങനെയപ്പാ? വേറെ എവിടെ പോയാലും ചില്ലറ ഇട്ടൂലെന്ന് പറഞ്ഞാൽ അറിയാം, പള്ളിയിൽ വന്നാൽ ചില്ലറ ഇട്ടും. കാരണം എന്തേ, ചില ആളുകളുണ്ട് 500 നോട്ടായിട്ട് വരും, എന്നിട്ട്
ഇത് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഈ പൈസ ഇങ്ങനെ ഇട്ടിട്ട് ബാക്കി 400 നീയത്ത് ശരിയായിരിക്കണം. ഓൻ കാണട്ടെ ഉസ്താദേ ഉറൂസ് വരെയല്ലേ ഉസ്താദേ, ഓന് ഒരു 10,000 രൂപ കൊടുത്തല്ലേ ഉസ്താദേ, എന്ന് ഞാനും കൊടുക്കാം ഉസ്താദേ എന്ന് പറഞ്ഞു ഊരി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ ഖബറിലേക്ക് ആരാണോ 1 രൂപയെങ്കിലും സദഖ കൊടുക്കുന്നത് അവർക്ക് വേണ്ടി അള്ളാന്റെ മലക്കുകള് ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാ, എന്ത് ചെയ്താലും വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല. നമ്മള് ഒരു ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീം മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ, വിധവകളെ സഹായിച്ചാൽ, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് നമ്മളൊരു അത്താണിയായാൽ അത് സോഷ്യൽ മീഡിയ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും അൽഹംദുലില്ലാ അത് ഞാനും അള്ളയും നമ്മളും അള്ളയും മാത്രം അറിഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ. അല്ല, ചില ആളുകളൊക്കെ ഉണ്ട് റേഷൻ കട നരി മേടിച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, വിതരണം ചെയ്യും, എന്നിട്ട് അതിങ്ങനെ ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യുന്ന ചില ചെറുപ്പക്കാരുണ്ട്. പാടില്ല, പാടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാളെന്റെ പ്രിയപ്പെട്ടവരെ അറിയാൻ പാടില്ല. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈ മന്ദലിക്ക് ഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, മുത്തു നബി പറഞ്ഞു, വർഷങ്ങളോളം മദീനയുടെ പള്ളിയിൽ ഇരിക്കുന്നതിനേക്കാൾ പ്രതിഫലം ഒരു പാവപ്പെട്ടവന്റെ വിഷമം മാറ്റി കൊടുക്കലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കടന്നു വരുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല, പക്ഷേ സഹായിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട 2 മണിക്ക് മട്ടൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു നോക്കി ഓരോ വായിലുള്ള സർവ് നിങ്ങൾ കേൾക്കേണ്ടി വരും. ഒരിക്കല് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള ഫാത്തിമ ബീബി അലി, അവസാന ചരിത്രം കേട്ടോ, അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ ഞാൻ ഗർഭിണി, അലിയേ എനിക്ക് ഇത്തിരി റുമ്മാമ്പഴം വേണം. എന്താ പറയണേ? റുമ്മാമ്പഴം വേണം. ഇപ്പൊ നിങ്ങളൊക്കെ ഏകദേശം കൃഷിക്കാരായിരിക്കും, നിങ്ങൾക്കൊക്കെ ഈ പഴം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ അലിയാർ നിങ്ങൾ പാവപ്പെട്ടവനാ, അലിയാർ നിങ്ങള് പാവപ്പെട്ടവരാ. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, അലിയാര് തങ്ങളോട് പറയുകയാ, വിശക്കുന്നു അലിയേ, നൊമ്പരമാണ് അലിയേ, എനിക്ക് റുമ്മാന് പഴം വേണം അലിയേ, എനിക്ക് വാങ്ങിച്ചു തരുമോ അലിയേ? അലിയാര് തങ്ങളോട് പറയുമ്പോ അലിയാര് തങ്ങളതാ കയ്യിലിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ എടുക്കുകയാ, പടച്ചവനെ ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ പ്രിയപ്പെട്ട ഭാര്യക്കുണ്ടല്ലോ റുമ്മാന് പഴമതാകുമ്പോ ഒരു യാചകനുണ്ടല്ലോ, അലിയാര് തങ്ങൾ ഭക്ഷണം തരുമോ? അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. യാചകൻ നോക്കുമ്പോ കയ്യിൽ പഴമുണ്ട്. അലിയാര് തങ്ങളോട് യാചകൻ ചോദിച്ചു, ആ കയ്യിലിരിക്കുന്ന പഴം എനിക്ക് തരുമോ? ആ കയ്യിലിരിക്കുന്ന പഴം എനിക്ക് തരുമോ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായിട്ട് ആഗ്രഹിച്ച് ചോദിച്ച റുമ്മാന് പഴവാ, ഇത് ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് തരിക? ഇത് ഞാന് എങ്ങനാ നിങ്ങൾക്ക് തരിക? യാചകൻ പറഞ്ഞു, അലിയേ നിങ്ങൾ എനിക്കിത് തന്നു കഴിഞ്ഞാൽ, ഈ ഭക്ഷണം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അല്ലാഹു ഇതിന്റെ 10 ഇരട്ടി നൽകും, നിങ്ങൾക്ക് അല്ലാഹു ഇതിന്റെ 10 ഇരട്ടി നൽകും. അലിയാർ നിങ്ങൾ കേൾക്കേണ്ട താമസമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, കയ്യിലിരിക്കുന്ന റുമ്മാന് പഴമുണ്ടല്ലോ, ആ സഞ്ചിയുണ്ടല്ലോ, യാചകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. യാചകനതാ കരഞ്ഞുകൊണ്ട് അള്ളാനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ അലിയാര് തങ്ങൾക്ക് പടച്ചവനെ, അല്ലാഹുവേ 10 ഇരട്ടി പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. പടച്ചവനെ അലിയാര് തങ്ങൾക്ക് ഇതിന്റെ 10 ഇരട്ടി പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അലിയാര് തങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഫാത്തിമയുടെ ചാരത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഭക്ഷണമില്ല, റുമ്മാന് പഴമില്ല, ഫാത്തിമ ബിവി ഗർഭിണിയ. ഈ പഴമില്ലാതെ വീട്ടിലേക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് മരുഭൂമിയിലൂടെ ഫാത്തിമ ബിവിയുടെ വീടിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ, അലിയാര് തങ്ങളുടെ പ്രിയമുള്ളവരെ വീടിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ വീടിന്റെ മുമ്പിലുണ്ടല്ലോ റുമ്മാന് പഴമുണ്ടല്ലോ, കവിഞ്ഞു കൂടി കിടക്കുകയാ. അലിയാര് തങ്ങൾ അത്ഭുതപ്പെടുകയാ. അലിയാര് തങ്ങള് ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയുണ്ടല്ലോ വീടിന്റെ പുറത്തേക്ക് കടന്നു വരികയാ. ഫാത്തിമയോട് അലിയാര് തങ്ങൾ ചോദിക്കൂ, ആ സ്വതക്കയുടെ കാരണം കൊണ്ട് ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകള് ദുആ ചെയ്യുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണോ അൽഹംദുലില്ലാഹ് സദഖ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറയാ, നമുക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ, മലക്കുകൾ ദുആ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്യട്ടെ. അപ്പം പറയാ, പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്യുന്നതിനേക്കാൾ, പള്ളിയുടെ പ്രസിഡന്റ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ, നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാരാ? അല്ലാഹുവിന്റെ മലക്കുകളാ. അതിനാദ്യമായി ചെയ്യേണ്ടത് തൗബ ചെയ്യണം. 2 ഇമാം ആമീൻ പറയുമ്പോൾ ഒരുമിച്ച് ആമീൻ പറയണം. 3 വിദ്വേഷമില്ലാത്ത ഹൃദയം ഉണ്ടാകണം. 4 സ്വലാത്ത് ചെല്ലണം. 5 സ്വതക്ക കൊടുക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 5 കാര്യങ്ങൾ ചെയ്യൂലേ? ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മലക്കുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഞാൻ പറയാ, ബിഗ് ബോസ് കണ്ടാലോ, സീരിയൽ കണ്ടാലോ, IPL കണ്ടാലോ, ക്രിക്കറ്റ് കണ്ടാലോ, സിനിമ കണ്ടാലോ, ആടുജീവിതം കണ്ടാലോ ഒന്നും ഉസ്താദെ നജീബ് മുസ്ലിം അല്ലേ ഉസ്താദെ, നമുക്ക് പോയി കണ്ടൂടെ ഉസ്താദെ എന്ന് പറയണവരുണ്ടാവും. പാടില്ല. ഞാൻ റമദാനിൽ കണ്ണൂർ ജോലി ചെയ്തത്, കണ്ണൂർ പാലോട്ടുപള്ളിയിൽ 200 മീറ്റർ പോയ തിയേറ്റർ. അപ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ട ഉസ്താദ് എന്ന് ചോദിക്കും. ഒരു ദിവസം ഇതുപോലെ രാത്രി തറാവി ആയിട്ട് മട്ടന്നൂർ ഭാഗത്തേക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ബർദയിട്ട താത്താന്മാര് എങ്ങനെ ഇറങ്ങി വരിക. ബർദയിട്ട താത്താന്മാര് അല്ലാഹുവേ ആടുജീവിതം കണ്ടിട്ട് ഇറങ്ങി വരിക. കാരണം എന്തേ? പകല് മുഴുവനും നോമ്പ്. പകലത്തെ ഷോക്ക് പോയാൽ ഉസ്താദെ നോമ്പ് പോകൂലേ? അതുകൊണ്ട് എല്ലാ തറാവീഹ് നിസ്കരിച്ചിട്ട് പോയാൽ ഉസ്താദെ അത് പോകൂലെന്ന് നെയ്യത്ത് വെക്കണവരാണെങ്കിൽ അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 1 തൗബ ചെയ്യുക, 2 ഇമാം ആമീൻ പറയുമ്പോൾ ഒപ്പം പറയാ, 3 ആരെങ്കിലും ഒരാൾ നല്ല വിദ്വേഷമില്ലാത്ത ഹൃദയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കൾ ദുആ ചെയ്യും. 4 സ്വലാത്ത് ചൊല്ലുന്നവരാർ അവർക്ക് വേണ്ടി അള്ളാഹിന്റെ മലക്കൾ ദുആ ചെയ്യും. 5 ആരെങ്കിലും ഒരാൾ സ്വതക്ക് കൊടുത്താൽ അള്ളാഹുവിന്റെ മലക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.